മുസ്ലിങ്ങൾക്ക് RSSൽ ചേരാൻ കഴിയുമോ? RSS സർസംഘചാലക് മോഹൻ ഭാഗവതിനോട് ചോദിച്ചൊരു ചോദ്യമാണിത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കുമ്പോൾ RSS വിരോധികൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും. എന്നാൽ ഒരു RSSകാരനും അതിലൊരു അത്ഭുതവും തോന്നില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: സംഘത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ആർക്കും RSSൽ അണിചേരാം. പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഭാരതത്തെ പുണ്യഭൂമിയായി കാണാൻ സാധിക്കണം. ഈ ഭാരതത്തെ സ്വന്തം മാതാവായി കണ്ട് സ്നേഹിക്കണം. അങ്ങനെ കരുതുന്നവർ ഏത് മതമോ ഏത് ജാതിയോ ഏത് രാഷ്ട്രീയമോ ആയിരുന്നാലും ശരി, RSSലേക്ക് സുസ്വാഗതം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അത് തന്നെയാണ് സുഹൃത്തുക്കളെ RSS. നമ്മുടെ ഭാരതത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആർക്കും RSSൽ അണിചേരാം. ഒരു മതവും ഒരു ജാതിയും ഒരു രാഷ്ട്രീയവും അതിന് തടസ്സമാകുന്നില്ല. പക്ഷേ പതിവ് പോലെ RSS തലവന്റെ വാക്കുകളെ വളച്ചൊടിച്ച് ജനങ്ങളുടെ കണ്ണുമൂടി കെട്ടാൻ ശ്രമിക്കുകയാണ് മാപ്രകളും മറ്റ് RSS വിരുദ്ധരും. നടക്കില്ല മക്കളെ, നടക്കില്ല. നിങ്ങളൊക്കെ എന്തുരുട്ടി തള്ളിയാലും അതൊക്കെ വിശ്വസിച്ച് അപ്പാടെ വിഴുങ്ങി ഏമ്പക്കം പിടുന്നവരുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഒരു വിരൽത്തുണിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാമെന്നിരിക്കെ നിന്റെയൊക്കെ നുണകൾക്കും കള്ളപ്രചരണങ്ങൾക്കും ഉള്ള സ്ഥാനം ജനങ്ങൾ ഇപ്പോൾ നൽകുന്നത് സെപ്റ്റിക് ടാങ്കിലാണ്. അത് സുഗന്ധമായി കൊണ്ടു നടക്കുന്ന നിനക്കൊക്കെ ബോധം വരുന്നൊരു കാലം വരും. കാരണം സംഘത്തിന് മുന്നിൽ 2 കൂട്ടരേ ഉള്ളൂ: സംഘത്തിലേക്ക് വന്നവരും ഇനി സംഘത്തിൽ അണിചേരാൻ പോകുന്നവരും.